ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ, നന്മമരം ടോണി അച്ചായൻ. ഇയാൾ എല്ലാത്തിനും പറയുന്നത് അച്ചായൻസ് ഗോൾഡ്, അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ. ഈസി ആയിട്ട് ഇയാളെ സെൽഫ് പ്രൊമോഷൻ നടക്കും, ഇയാളെ കടയുടെ പ്രൊമോഷൻ നടക്കും. അവിടെ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചെലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഒരു ചാക്ക് അരി അല്ലെങ്കിൽ സാധനത്തിന് കൂടെ സംഗതി തീർന്നു. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ സീക്രട്ട് അണ്ണൻ ടോണി അച്ചായനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പുള്ളിക്കാരന്റെ വീഡിയോയിൽ നിന്നുള്ള ഒരു കുറച്ച് ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇവിടെ സീക്രട്ട് അണ്ണൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ടോണി അച്ചായൻ നന്മമരം അച്ചായൻ ആയിക്കോട്ടെ, അയാള് നന്മമരം തന്നെയാണ്. പുള്ളി സഹായിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പുള്ളി നന്മമരം തന്നെയാണ്. ഈ പറഞ്ഞ് വന്ന് കാറിൽ കയറി നീ കൊണയടിക്കുന്ന സമയത്ത് 10 രൂപ കാശ് ആർക്കെങ്കിലും ഇയാള് കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ കൊടുക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് വന്ന് അങ്ങ് ഇരുന്ന് അങ്ങ് കൊണ പറയാം എന്നതല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനം ഈ അരിയണ്ണനെയൊക്കെ കൊണ്ടുണ്ടോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന ടോണി അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പുള്ളിക്ക് അതില് ചിലപ്പോൾ മറുഭാഗത്ത് പുള്ളിക്ക് ഏതെങ്കിലും രീതിയിൽ നേട്ടം ഉണ്ടായിരിക്കാം. നേട്ടം ഉണ്ടായിക്കോട്ടെ, എങ്കിൽ പോലും ആ ഒരു പേരിൽ ഒരുപാട് പാവങ്ങൾക്ക് ഏതെങ്കിലൊക്കെ രീതിയിൽ സഹായങ്ങൾ കിട്ടുന്നില്ലേ? വീട് വെച്ചു കൊടുക്കുന്നു, പണം നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു, കല്യാണം നടത്തി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിന് എതിരായിട്ട് വന്നിരുന്ന് അങ്ങ് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കണ്ണിക്കടിയാണ്. വന്നിരുന്നിട്ട് അവരെ ഏതൊക്കെ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താവോ മാനം കെടുത്താവോ ആ രീതിയിലൊക്കെ ശ്രമിക്കും. എന്തായാലും ഈ അരിയണ്ണനുള്ള മറുപടികളുമായിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ, നന്മമരം ടോണി അച്ചായൻ. ഇയാൾ എല്ലാത്തിനും പറയുന്നത് അച്ചായൻസ് ഗോൾഡ്, അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ. ഈസി ആയിട്ട് ഇയാളെ സെൽഫ് പ്രൊമോഷൻ നടക്കും, ഇയാളെ കടയുടെ പ്രൊമോഷൻ നടക്കും. അവിടെ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചെലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഒരു ചാക്ക് അരി അല്ലെങ്കിൽ സാധനത്തിന് കൂടെ സംഗതി തീർന്നു. അരിയണ്ണ, നിങ്ങൾ ഈ കാറിനകത്തിരുന്ന് കൊണയടിക്കണ അല്ലാതെ ഒരു സഹായം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ട്? ടോണി അച്ചായൻ എന്ന് പറയുന്ന അങ്ങേരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാരിറ്റി ഒക്കെ നടത്തുന്നതെന്നാണ് ഈ അരിയണ്ണം പറയുന്നത്. ആയിക്കോട്ടെ, ആർക്കെങ്കിലും അങ്ങനെയെങ്കിലും 1 രൂപയുടെ സഹായം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങയുടെ കടയുടെ പ്രൊമോഷന് വേണ്ടി അവിടെയും ഇവിടെയൊക്കെ തുണിയില്ലാത്ത കുറെ സിനിമാ നടിമാരെ കൊണ്ടുവന്ന് 5 മിനിറ്റത്തേക്ക് 5 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കാതെ അങ്ങേര് വല്ല ചാരിറ്റിയും ചെയ്ത് വല്ലവർക്കും വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങ് കൊടുത്തോട്ട്. അതിന് അരിയണ്ണൻ എന്തിനാ ഇത്ര കുഴപ്പം? എന്തായാലും ആ ഒരു സഹോദരൻ പറഞ്ഞത് കേട്ടില്ല, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന ടോണി അച്ചായൻ പുള്ളി ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ മറുവശത്ത് പുള്ളിക്ക് ഏതെങ്കിലും രീതിയിൽ നേട്ടം ഉണ്ടായിരിക്കാം. ഉണ്ടായിക്കോട്ടെ, എങ്കിൽ പോലും 10 പേർക്കാണെങ്കിൽ 10 പേർക്ക് അയാളുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടുന്നില്ലേ? എന്തിനാണ് നമ്മളായിട്ട് അത് വന്നിരുന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ പറയുന്നത്? സമൂഹത്തില് അയാളെ നാണം കെടുത്താൻ ശ്രമിക്കുക, അയാൾ ഒരു ഉഡായിപ്പാണ്, അയാള് ചാരിറ്റിയുടെ പിന്നില് വേറെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്ന് അങ്ങ് വെറുതെ അങ്ങ് വറുവെന്നും പറഞ്ഞ് പറയുകയാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പായി, സായി കൃഷ്ണയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ ആ അച്ചായൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കുറച്ചുകൂടി പുള്ളിക്കൊരു ഹൈപ്പ് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. കാരണം പുള്ളി അറിയാത്ത കുറെ അധികം ആൾക്കാരും കൂടെ പുള്ളിയെ അറിയുകയും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുകയും പുള്ളിക്ക് കുറച്ചുകൂടെ ഒരു ഹൈപ്പ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന? പിന്നെ നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ നിങ്ങള് അച്ചായൻ തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ്
നിങ്ങൾ അത് ചോദിക്കുന്നു. 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ? തറ കെട്ടിക്കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു. 4 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം ഇവർക്കും 3 ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു. അത് ടൈല് പോലും വേണ്ടാന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണോന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു. ആ വീട് പണിത് കൊടുത്തതിന്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നെ ഇട്ട് വേട്ടയാടുവാണ് എന്നെ ഇട്ട്. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. സെക്രട്ടറി വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയി. സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നാണ് ഈ വീടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം കട്ട് ചെയ്തു. അപ്പം 3 ലക്ഷവും 1 ലക്ഷവും തന്ന ഞാൻ മണ്ടൻ അല്ലേ? നമ്മൾ ഇത് പണിത ഒരു മേസ്തിരി ഇല്ലേ, മേസ്തിരി അങ്ങോട്ട് വിളിക്കണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ചേട്ടങ്ങി വന്നേ, ചേട്ടങ്ങി വാ. ചേട്ടാ, ഈ വീട് പണിത് ചേട്ടനാണ്, മൊത്തം പണിത് ചേട്ടൻ തന്നെയാണല്ലോ. തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ 1.5 കൈ കൊടുത്തു. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈലും ഇട്ട് നല്ല വീടും പണിയണമെന്ന് നോക്കുന്നു. ഇതിൽ കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് സത്യം തെളിയിക്കണം. എന്നായാലും ദൈവം സത്യം തെളിയിക്കും. ഇപ്പം സത്യം തെളിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടെ പോവാലോ. ഓർക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള കുറെ യൂട്യൂബേഴ്സ് കാണും. സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവാണ്. നിങ്ങൾക്കറിയാം, ഞാനും സൂരജും കൂടെയാണ് ആകെ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്തു ഞാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നശിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടും, അച്ഛാ ഞാൻ എന്താ തരേണ്ടത്? ഞാൻ ഒന്നും എനിക്ക് തരണ്ട, എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ച് ചെയ്തോളാം. അത് 100% ഗ്യാരണ്ടി ഞാൻ ചെയ്യും. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യണം. ഇതുപോലെ എന്നെ വിമർശിക്കുന്നവരുടെ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിക്കണം. ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ട് വിഷമിച്ചവനാണ് ഞാൻ. കാരണം ഞാൻ മണ്ടനായി. ഇത്രയും വീടുകൾ പണിത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ, അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ്, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി കൊടുത്ത ഞാൻ വെറും മണ്ടനായി. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം തന്നെ പറയും. ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പുള്ളിക്കാരൻ ചെയ്യുന്ന രീതിയിൽ പുള്ളിയുടെ ആ ഒരു ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവട്ടെ. ഈ വന്നിരുന്ന് കുറ്റം പറയുന്നവർക്കൊന്നും 10 രൂപ കാശ് ആർക്കെങ്കിലും ദാനം ചെയ്യാനോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീട് വെച്ചു കൊടുക്കാനോ പറ്റുന്നവരാണോ ഈ വന്നിരുന്ന് കുറ്റം പറയുന്നത്? അപ്പൊ ചെയ്യുന്നവർ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. വെറുതെ എന്തിനാണ് വന്നിരുന്നിട്ട് അതിൽ ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവസാനം സഹായം കിട്ടുന്നവർക്ക് പോലും അത് കിട്ടാത്ത രീതിയിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ പറയുക, ഈ ഒരു മനുഷ്യൻ എന്ത് തെറ്റാണ്, അല്ലെങ്കിൽ പുള്ളി എന്തൊക്കെയോ തട്ടിപ്പ് നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.